പൂജപ്പുര സരസ്വതി മണ്ഡപത്തിൽ സ്ഥാപിച്ച സിപിഎമ്മിന്റെ നവകേരള സംഘാടക സമിതി ഓഫീസിനെതിരെ പ്രതിഷേധം ശക്തമാക്കി മഹിളാ ഐക്യവേദി. കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ പ്രതിരോധ ധർണ സംഘടിപ്പിച്ചു. സിപിഎമ്മിന്റെ നടപടിക്കെതിരെ ഭക്തർ നൽകിയ ഹർജിയിൽ ഹൈക്കോടതി ഇന്ന് വിധി പറയും. ഭക്തജനലക്ഷങ്ങളുടെ മനസ്സിനെ വേദനിപ്പിച്ചാണ് ശബരിമലയ്ക്ക് പിന്നാലെ പൂജപ്പുര സരസ്വതി ക്ഷേത്രത്തെയും നവരാത്രി മണ്ഡപത്തെയും സിപിഎം രാഷ്ട്രീയവേദിയാക്കിയത്. സരസ്വതി മണ്ഡപത്തിൽ നവകേരള യാത്രയുടെ സംഘാടക സമിതി ഓഫീസ് രൂപീകരിച്ചതിലും പ്രതിഷേധം ശക്തമാണ്. നവകേരള യാത്രയുടെ ഭാഗമായി ക്ഷേത്ര പരിസരത്ത് സ്ഥാപിച്ച ഫ്ലെക്സുകൾ നീക്കണമെന്നാണ് ആവശ്യം ശക്തമാകുന്നത്. ക്ഷേത്രത്തിന് മുന്നിൽ നടന്ന മഹിളാ ഐക്യവേദിയുടെ പ്രതിഷേധ മാർച്ച് ശബരിമല അയ്യപ്പ സേവാ സമാജം സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് ഗീത ഉദ്ഘാടനം ചെയ്തു. സരസ്വതി മണ്ഡപത്തിൽ, സരസ്വതി ക്ഷേത്രത്തിൽ വിദ്യയുടെ അതിദേവതയായ സരസ്വതി ദേവിയെക്കാളും എത്രയോ പൊങ്ങിയാണ് ഇവിടെ ഓരോരോ രാഷ്ട്രീയ നേതാക്കളുടെ കട്ടൗട്ടുകൾ നിൽക്കുന്നത്. സത്യം പറഞ്ഞാൽ ഹിന്ദുക്കളായ നമ്മൾ തല താഴ്ത്തേണ്ടി വരും, ലജ്ജിക്കുകയാണ്. ഈ മാസം 24-നാണ് നവകേരള യാത്രയുടെ സമ്മേളനം പൂജപ്പുരയിൽ നടക്കുന്നത്. ഇതിനു മുൻപേ സംഘാടക സമിതി ഓഫീസ് മാറ്റി സ്ഥാപിക്കണമെന്നാണ് ഭക്തരുടെ ആവശ്യം. വിഷയത്തിൽ ഭക്തരുടെ പ്രതിഷേധവും തുടരുകയാണ്. ഈ സരസ്വതി മണ്ഡപം ഹൈന്ദവ സമൂഹത്തിന്റെ ആരാധനാ കേന്ദ്രമായ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള തിരുവിതാംകൂർ രാജഭരണത്തിന്റെ കീഴിലുണ്ടായിരുന്ന സമയത്ത് ഇവിടെ ആരാധന നടത്തുന്നതിന് വേണ്ടിയിട്ട് ഇവിടുത്തെ ഹൈന്ദവ സമൂഹത്തിന് സിപിഎമ്മിന്റെ നടപടിക്കെതിരെ ഭക്തർ നൽകിയ ഹർജിയിൽ ഇന്ന് ഹൈക്കോടതി വിധി പറയും. ഏറെ നിർണായകമാണ് ഇന്നത്തെ ഹൈക്കോടതി നടപടികൾ. ജനം, തിരുവനന്തപുരം.